ചെടി കണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ചെടികളാ. ഇതിപ്പോ നമ്മുടെ പുനലൂരിലെ കോൺക്രീറ്റ് പാലത്തിലിരിക്കുക. പുനലൂർ നഗരസഭ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി പ്രകാരം വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളാണ്. കുറെ ഭാഗത്തൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. എന്നാൽ അടുത്ത ഭാഗത്തോട്ട് നമ്മൾ നോക്കുമ്പം അവിടെ ചെടിച്ചട്ടികളൊന്നുമില്ല, ചെടിയില്ല. ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതിയാണ്. പുനലൂർ പട്ടണം മാലിന്യ വിമുക്തമാക്കി സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി 2024-2025 ടേമിലാണ് പുനലൂർ വലിയ പാലത്തിന്റെ കൈവരികളിലും നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ റോഡിലെ നടപ്പാതയോട് ചേർന്ന ബാരിക്കേഡുകളിലും പ്ലാസ്റ്റിക് ചട്ടികളിൽ അലങ്കാര ചെടികൾ കൊണ്ടുവച്ചത്. ചട്ടിയിലെ അലങ്കാര ചെടികൾ വയ്ക്കാനായി നിരവധി ഇരുമ്പ് സ്റ്റാൻഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഭൂരിഭാഗം ചെടികളും ചട്ടിയോടെ അടപടലം കടത്തുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു. കല്ലടപ്പാലത്തിലെ ഒരു ഭാഗത്തെ പൂച്ചെടികളും ചട്ടികളും ഇപ്പോൾ കാണാനില്ല. നിലവിലുള്ള പ്ലാസ്റ്റിക് ചട്ടികൾ പലതും പുനലൂരിലെ കടുത്ത കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തെ മാലിന്യമുക്തമാക്കാനും സൗന്ദര്യവൽക്കരിക്കാനും അന്നും ഇന്നും പുനലൂർ നഗരസഭ മികച്ച ശ്രമം നടത്താറുണ്ടെങ്കിലും തുടർച്ചയില്ലാതെ എല്ലാ പദ്ധതികളും നശിക്കുകയോ നിലച്ചു പോവുകയോ ചെയ്യുകയാണ്. ഒരു മാസം മുൻപ് രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ സാമൂഹ്യ വിരുദ്ധൻ ചെടിച്ചട്ടികൾ നശിപ്പിച്ചിരുന്നു. സാമൂഹിക വിരുദ്ധ സംഘങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ഇവയ്ക്ക് നാശമുണ്ടാക്കുന്നുണ്ട്. നടപ്പാക്കുന്ന പദ്ധതികളിലെ നോട്ടക്കുറവാണ് ഇവയെല്ലാം നാശത്തിലാവുന്നതിൻ്റെയും നശിപ്പിക്കപ്പെടുന്നതിൻ്റെയും പ്രധാന കാരണം. പുനലൂർ നഗരം മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വെച്ചത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം ഉപേക്ഷിക്കണമെന്നാണ് നഗരസഭ പറയുന്നത്. പക്ഷെ നഗരസഭ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് മേടിച്ചു വെച്ചത്, കുഴപ്പമില്ല. ഇപ്പം ചട്ടിയിലെ പച്ചക്കറി കൃഷി അങ്ങനെയൊക്കെ ഉള്ള പദ്ധതികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് പ്രശ്നമില്ല. പക്ഷെ ഇത് വളരെ മനോഹരമായി വെച്ചതാണ്, ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതിയാണ്. പക്ഷെ ഇത് കണ്ടോ, ചെടിയില്ല. ഒരുപാട് നഗരസഭ മുടക്കി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. നല്ല നല്ല പദ്ധതികൾ, നമുക്ക് ആകർഷകമായിട്ടുള്ള കുറച്ച് പദ്ധതികൾ നഗരസഭ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിന് നോട്ടക്കുറവും അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയൊക്കെ വല്ലാത്തൊരു രീതിയിലാണ്. അതുകൊണ്ട് ഇതെല്ലാം പരാജയപ്പെട്ടു പോവുക. നമുക്കറിയാം പുനലൂർ നഗരസഭയുടെ വിവിധ പദ്ധതികൾ പല സ്ഥലങ്ങളിൽ നശിച്ചു പോകുന്നത്. അതുപോലെ ഓരോ പദ്ധതിയും നശിച്ചു പോവുക. പുനലൂർ നഗരസഭ മാലിന്യ സംസ്കരണത്തിനും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനും ഒരുപാട് പദ്ധതികൾ, ഒന്നും ഫലം കാണുന്നില്ല. മാലിന്യം അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നു. നഗര സൗന്ദര്യവൽക്കരണം ഇങ്ങനെ പോയി. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പുനലൂരിലെ കടുത്ത ചൂടിനെ വെല്ലുന്ന തരത്തിൽ അലങ്കാര ചെടികൾ മൺചട്ടികളിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ നിലവിലുള്ള ചട്ടികൾ ദ്രവിച്ച് നശിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. പ്ലാസ്റ്റിക് ഒഴിവാക്കാനായി കൃഷിഭവന്റെ സഹകരണത്തോടെ ചട്ടിയിലെ പച്ചക്കറി കൃഷി വരെ നഗരസഭ പദ്ധതിയിടുന്ന സമയത്താണ് പ്ലാസ്റ്റിക് പോട്ടുകളിൽ അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിച്ചത്. പുനലൂർ മാലിന്യമുക്ത നഗരമാണെന്ന് വർഷങ്ങളായി നഗരസഭ അവകാശപ്പെടുന്നുണ്ട്. അതിനായുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ആഴ്ചകളോ മാസങ്ങളോ മാത്രമേ ആയുസ്സുണ്ടാകാറുള്ളൂ. മാലിന്യം വലിച്ചെറിയാതെ സൂക്ഷിക്കാൻ നഗരത്തിൽ പ്രത്യേക വേസ്റ്റ് ബിന്നുകൾ പോലും സ്ഥാപിച്ചിട്ടുമില്ല. ഇക്കാരണത്താൽ നഗരത്തിൽ പലയിടത്തും മാലിന്യം വലിച്ചെറിയുന്നതും പ്ലാസ്റ്റിക് മാലിന്യം രാത്രിയിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നതും ഇപ്പോഴും തുടരുന്നുണ്ട്. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വിവരിച്ച് 4 ആൾ കൂടുന്നിടത്തെല്ലാം ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തത്സമയ പരിശോധനകളോ നടപടിയോ ഉണ്ടാകാറില്ല. നഗരസഭ നടപ്പാക്കുന്ന മാതൃകാ പദ്ധതികളെല്ലാം മികച്ച രീതിയിൽ തുടങ്ങാറുണ്ടെങ്കിലും പിന്നീടത് ആരംഭശൂരത്വമായി അവസാനിക്കാറാണ് പതിവ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.